ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ധനുഷ്കോടി എന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്ത് ശ്രീലങ്കയുടെയും ഒരറ്റാണ് ഈ ധനുഷ്കോടി പറയുന്ന സ്ഥലം. നല്ല കാണാൻ രസമാണ്. അത് മാത്രമല്ല കാറ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ധനുഷ്കോടി. ധനുഷ്കോടി പോയ സമയത്ത് എനിക്കവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു. ഫ്രണ്ടാണ് ഈ വീഡിയോ എടുത്തു തരുന്നത്. നല്ല രസമാണ്. കാരണം നമുക്കങ്ങോട്ട് ബാഗ് എടുത്ത് പോയാൽ ബാഗ് അടക്കം കാറ്റ് കൊണ്ട് ഇങ്ങോട്ട് അത്രക്കും വലിയ കാറ്റ്. നമ്മൾ തന്നെ പോകാൻ നോക്കുന്നതിന് സംഭവം കാറ്റിൻ്റെ ഇതുകൊണ്ട് അറിയായിരുന്നു അത്രമാത്രം കാറ്റുണ്ട്. അങ്ങനെ ഫ്രണ്ട് കുറേ വീഡിയോ എടുത്താണ്, ഫോട്ടോ എടുത്താണ്. ഞാൻ ഓരോ സ്റ്റെപ്പ് നിൽക്കാൻ ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല. നിങ്ങൾ എൻ്റെ ഷർട്ടൊക്കെ കാറ്റ് കൊണ്ട് കൊണ്ടുപോകുന്നതാണെന്നില്ല, അത്രമാത്രം വലിയ കാറ്റാണ് അവിടെ വരുന്നത്. പിന്നെ ഒന്നാമത് ചുറ്റും കടൽ, അതിൻ്റെ ഇടയിലൊരു ദ്വീപൊക്കെ ഉണ്ട്. ഇത് കാണുന്നത് പാമ്പാലാണ്. നല്ല കാഴ്ചയാണ്. നമ്മളിപ്പോൾ ബസ്സിലൂടെ പോകുന്ന സമയത്ത് ഈ പാലം നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. ചുറ്റിനും സൈഡിൽ കുറേ ബോട്ടുകൾ കാണാൻ പറ്റും, ദൂരത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പം കാണിക്കുന്ന ഈ പാലം, ഈ പാലത്തിന് മുമ്പ് അപ്പുറത്തൊരു പാലം കാണുന്നില്ലേ, അതാണ് പാമ്പൻ പാലം. അവിടെ ചരക്കുകളും കൊണ്ട് വണ്ടികൾ പോകുന്നുണ്ട്. അതേപോലെ അപ്പുറം ബോട്ടിൻ്റെ ഇതുണ്ട്, ഷിപ്പിൻ്റെ സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. ചെറിയ പാലം ആണ്, എന്താ പറയുക, അത്ര വലിയ വീതിയൊന്നുമില്ല പാലത്തിന്, വലിയ വീതിയൊന്നുമില്ല. എന്നാലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ട് നോക്കുന്നുണ്ട്. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഇത്രയും നീളത്തിലുള്ള ഒരു പാലം, അതന്നെ ഒരു മനോഹാരിതയാണ് കാണാൻ. നമ്മൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. നമ്മൾ പോകുന്നത് ശരിക്കും ധനുഷ്കോടിയിലേക്കാണ്. ആ പോകുന്ന പോക്കിന് കാണുന്ന കാഴ്ചയാണിത്. നിങ്ങൾ കാണും, ബോട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചുറ്റിനും. അതെല്ലാം സൈഡിൽ അടുപ്പിക്കും. പിന്നെ അപ്പുറം ഒരു ബീച്ച് പോലുള്ള സൈഡുണ്ട് അപ്പുറം. പിന്നെ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ പോലെ, അത് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇപ്പം ഉണ്ടാവില്ല, ഇത് ഫുള്ള് സൈഡാണ്. അവിടെ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. എങ്ങനെയുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയാം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പോയ സമയത്ത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പം തന്നെ പാമ്പൻ പാലത്ത് അത്ര കാറ്റില്ലെങ്കിലും ധനുഷ്കോടിയിൽ വീഡിയോ എടുക്കുമ്പോൾ കണ്ണിന് ശരിക്കും പറഞ്ഞാൽ പൊടി അടിച്ചിന്. ഈ കാറ്റിൻ്റെ സ്പീഡ് കൊണ്ട് നമ്മളെ കണ്ണിലേക്ക് വരികയാണ് പൊടി. അതായത് അത്രക്കും സ്പീഡിലാണ് കാറ്റടിക്കുന്നത്. അതേപോലെ പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് അത്ര വന്നില്ലെങ്കിലും നമ്മൾ ധനുഷ്കോടി പോകുന്ന പോക്കിന് ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് മണൽ ഇങ്ങനെ അടിച്ച് കയറിയാണ് ബസ്സിനെല്ലാം. അപ്പോഴാണ് മനസ്സിലായത് ബസ് ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ്. നല്ല അടിപൊളി ഡോറുകളും മറ്റതും ഇതൊക്കെ. അന്നേരമാണ് കാര്യം പിടികിട്ടിയത്. നല്ല സേഫായിട്ട് പോകേണ്ട സ്ഥലമാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കാറ്റ് ഞാനിതുവരെ
ഇതിൽ കണ്ടിട്ടില്ല. കാരണം കടലിൻ്റെ സൈഡാണ്. പിന്നെ എന്താ പറയുക, ഈ ശ്രീലങ്ക ഇതിൻ്റെ ഇതൊക്കെ വരുന്നത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും എല്ലാം മറ്റേ കൂടിച്ചേരുന്ന ആ സൈഡുകളല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പവറായിരിക്കാം. ഇനിയിപ്പോൾ ആൻഡമാൻ നിക്കോബാറിൻ്റെ ആ സൈഡും ഇതെല്ലാം വന്നടയുന്ന ആ സ്ഥലമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പോകുമ്പോൾ പാമ്പും പാലം കഴിഞ്ഞ് ധനുഷ്കോടിയിലേക്ക് പോകുമ്പോൾ ഉള്ളത്. ഇവിടെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയുക, മേത്തേക്കെല്ലാം അടിച്ച് കയറിയിട്ട് ഞാൻ കുറേ വീഡിയോ എടുക്കാണ്ടൊക്കെ നിന്നു. അത്രക്കും പവറിലാണ് അടിക്കുന്നത്. പിന്നെ നല്ല കാഴ്ചയാണ്. അത് കണ്ടാലാരും എടുക്കാണ്ടിരിക്കാനും തോന്നുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ധനുഷ്കോടിക്ക് വിട്ടോ, അത് മൊത്തല്ലാണ്, എല്ലാവർക്കും പോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ദ്വീപ് അത് വർഷത്തിലൊരിക്കലേ നമുക്കവിടെ പോകാൻ പറ്റും. അത് എന്തോ ഒരു, അതായത് ടെമ്പിളിൽ, അവിടെ ഒരു ടെമ്പിൾ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് പോലും. ആ സംഭവം വർഷത്തിലൊരിക്കലേ അവിടെ ആ ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ശരിക്ക് ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഫോണിലൊക്കെ വെൽക്കം ടു ശ്രീലങ്ക. പിന്നെ നമുക്ക് ശ്രീലങ്കയിലൊക്കെ പോകാൻ പറ്റും. അതിനൊക്കെ വലിയ ചിലവാണ്. ഇപ്പം 3500 റുപ്യ 5000 റുപ്യ അങ്ങേറ്റം കൊണ്ട് നമുക്ക് ശ്രീലങ്ക പോകാൻ പറ്റും. അങ്ങോട്ട് മാത്രം, ഇങ്ങോട്ടും കൂടി ആ ഒരു എമൗണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നമുക്കെങ്ങനെ ശ്രീലങ്ക പോകുക എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമായിരിക്കും. നിങ്ങൾ അങ്ങനെ ശ്രീലങ്കയിൽ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളതിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇനി ധനുഷ്കോടി പോകാൻ ആഗ്രഹമുള്ളവരാണ് നേരെ രാമേശ്വരം വരെ. രാമേശ്വരത്ത് നിന്ന് അവിടെ നിന്ന് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും. രാമേശ്വരത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കലാം സാറിൻ്റെ വീട് കാണാൻ പറ്റും, അതേപോലെ ധനുഷ്കോടി കാണാൻ പറ്റും, അതേപോലെ പാമ്പം പാലം കാണാൻ പറ്റും, പിന്നെ അതേപോലെ ആദം ബ്രിഡ്ജ്, അതായത് അത് കാണാൻ പറ്റും. ഒരുപാട് ടെമ്പിളുകളുണ്ട്, ടെമ്പിള് കാണാൻ പറ്റും. അപ്പോൾ അമ്പലങ്ങൾ കാണാൻ പറ്റും. പിന്നെ രാമേശ്വരം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഒരു ദിവസം വന്നിട്ട് കാണാൻ പറ്റിയതൊന്നുമല്ല. അമ്പലങ്ങളൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2-3 ദിവസം ഇതാക്കിയാലും മതിയാവില്ല. കാരണം അത്രമാത്രം അമ്പലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അമ്പല പ്രേമികളാണെങ്കിൽ നിങ്ങൾ നേരെ വന്നോ, ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ഥലം കാണാനാണെങ്കിൽ ഇവിടെ 3-4 സ്പോട്ടുകൾ. ഒന്ന് കലാം സാറിൻ്റെ വീട്, കാരണം നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വീട്. അതേപോലെ നമുക്ക് കാണാൻ പറ്റിയ പാമ്പം പാലം. അതേപോലെ പിന്നെ അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് രാംനാഥ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കിപ്പോൾ ഏർവാടി പോകുന്നവർക്ക് ഏർവാടി പോകാം. അതേപോലെ നമുക്ക് നാഗൂർ പോകാം, നാഗൂരിൽ നിന്ന് വേണേൽ വേളാങ്കണ്ണി പോകാം. അതേപോലെ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് പോകാൻ പറ്റും. പിന്നെ ക്ഷേത്രത്തിൻ്റെ ആണെങ്കിൽ ക്ഷേത്രം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറെ കിളക്കര പോകാൻ പറ്റും. അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ഒരുപാട് നല്ല പാടങ്ങൾ, ഇപ്പോൾ രാംനാഥും ആ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പാറകൾ കൊണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാഴ്ച അടിപൊളിയാണ്. നിങ്ങളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയായിരിക്കും. ഇത് കാണാതെ പോകരുത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഡെയിലി. അവർക്കൊക്കെ എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ട് നല്ല ഫോട്ടോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ വന്ന് ഓരോ ആംഗിളിലും ഫോട്ടോ എടുക്കാൻ പറ്റും, ഓരോ മോഡലിലും ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനി ഒരു വെഡ്ഡിങ് ഫോട്ടോന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതിനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്താണോ നോക്കിയിട്ട് നിങ്ങൾ വരിക, നിങ്ങൾ ജീവിതം ആസ്വദിക്കുക, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ
നമ്മളെ എൻ്റർടൈൻമെൻറ്റിൽ കാണാൻ പറ്റിയ വേറെ കുറേ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ശംഖുകൾ. അതേപോലെ ഒരുപാട് കല്ലുകൾ, ഓരോ മോഡൽ കല്ലുകളുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ശംഖുകൾ കാണാൻ നല്ല രസമാണല്ലോ. അതേപോലെ വ്യത്യസ്തമായ മാലകൾ, അങ്ങനെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി അവിടുന്ന്. അതാണ് ശംഖിൻ്റെ കോലങ്ങൾ കാണുന്നില്ലേ. ഇതൊക്കെ ഞാൻ പണ്ട് കസ്ബ ബംഗര എന്ന് പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ വേറൊരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞാൻ കാണിച്ചിരുന്നു. അവരെ ഒഴിവാക്കി ഇടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ എത്തി വെക്കുമ്പോൾ നല്ല മാർക്കറ്റാണിത്. അവർക്കിനി വിലയൊന്നുമില്ല. മംഗലാപുരത്ത് കസ്ബ ബംഗരയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കൂട്ടിയിട്ടിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇതിനൊക്കെ നല്ല വിലയുണ്ട്. അതെയാ, നമ്മളിത് ഒഴിവാക്കുന്ന സാധനം, ഇതിനൊന്നും ഇവിടെ വിലയൊന്നുമില്ല, ഒരു ചാക്ക് കെട്ടിന് എടുത്തിട്ട് പോകുന്നതാണ്, വേറൊന്ന് എന്തിനാ ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. കസ്ബ ബംഗര എന്ന് പറഞ്ഞാൽ അതൊരു ദ്വീപ് പോലത്തെ സ്ഥലമാണ്. പറ്റുന്നവർ അങ്ങോട്ടും പോകുന്നുണ്ട്, പോകാം. അതാ ഞാൻ കാണിച്ചു തന്ന എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുത്തിട്ട് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും നിങ്ങൾ പോകുന്നവർ പോവുക, എൻജോയ് ചെയ്യുക.